Hello everyone. So in നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് വെരി ഫസ്റ്റ് ആണ് നമ്മുടെ ഷെയ്ഡിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. നമ്മൾ ലാസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു യു കെൻ യൂസ് എനി ഡ്രോയിങ് പെൻസിൽ, ബേസിക് ബിഗിനേഴ്സിനുള്ള സെറ്റിലുള്ള പെൻസിൽ പഠിക്കാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് അപ്സറയുടെ ആണ് കേട്ടോ. കണ്ടോ, യു കെൻ സി അപ്സറയുടെ സോർട്ട് ഡ്രോയിങ് പെൻസിൽസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ അഫോർഡബിൾ ആണ്. ഇത് ഫുൾ സെറ്റിന് എങ്ങാണ്ട് 60 rupees വരുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഹാസ് നമുക്ക് എല്ലാ വേണ്ട ഇതുണ്ട്. HB ഉണ്ട്, 2B, 4B, 6B, 8B, 10B. അപ്പോൾ ഈ ഒരു സെറ്റിൽ തന്നെ നമുക്ക് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ, നിങ്ങൾ താമസിക്കുന്നവിടെ അല്ലെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആയി ഏത് പെൻസിൽ സെറ്റ് വേണമെങ്കിൽ വാങ്ങിക്കാം. ആൻഡ് ഐ എം ടെല്ലിങ് യു, നമുക്ക് ഏറ്റവും ബേസിക്സ് ആൻഡ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അപ്സര വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഷെയ്ഡിങ്ങിന് ഓരോ ലെയേഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ ഈ ഓരോരോ പെൻസിലും യൂസ് ചെയ്യുന്നത്. ബീറ്റ് HB ആയിക്കോട്ടെ, 4B ആയിക്കോട്ടെ, ഇതെല്ലാം ആ ഓരോ ലെയേഴ്സിനെ മാർക്ക് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഓരോ ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഡാർക്കർ ഇപ്പോൾ ഏറ്റവും ചെറിയ ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് നമുക്ക് ഏറ്റവും ഡാർക്കറായിട്ട് യൂസ് ചെയ്യുന്നത് വരെ നമുക്ക് ചെയ്യാനുണ്ട്. അതിനാണ് നമ്മൾ ലെയേഴ്സ് പറഞ്ഞത്. ആ ലെയേഴ്സ് ഓഫ് ഡാർക്ക്നെസ് ഇൻക്രീസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലുള്ള പെൻസിൽ. ഇതിപ്പോൾ ഒരേ ഓർഡറിലല്ല ഇരിക്കുന്നത്, മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഞാൻ ഷാർപ്പൻ ചെയ്തിട്ടില്ല. വെരി ബേസിക്കായി നമുക്ക് അറിയേണ്ട കാര്യം, നമുക്ക് ഇപ്പോൾ ഒരു ലൈറ്റ് ആയിട്ടാണ് ഷെയ്ഡിങ്. ഇപ്പോൾ HBയിൽ തന്നെ HBക്ക് വരുന്ന ഒരു മാക്സിമം ഡാർക്ക്നെസ് ഉണ്ട്, മിനിമം ഡാർക്ക്നെസ് ഉണ്ട്. ആ മിനിമം ഡാർക്ക്നെസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബാക്ക് സൈഡിൽ പിടിക്കുക. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു പെൻസിലിൽ കിട്ടുന്ന ഏറ്റവും കുറവ് ഡാർക്ക്നെസ്, മിനിമം ഡാർക്ക്നെസ് ഇവിടെ പിടിച്ചാൽ കിട്ടും. ഇനി ഏറ്റവും കൂടുതൽ ഈ ഒരു പെൻസിലിൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഡാർക്ക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് താഴോട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു, അതിനെക്കാട്ട് കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ കുറച്ച് താഴേക്ക് ഇറക്കുക, പിന്നെ കുറച്ച് താഴേക്ക് ഇറക്കുക. അങ്ങനെ ഏറ്റവും ഡാർക്ക് വേണമെങ്കിൽ യു ക്യാൻ ഹോൾഡ് എ പെൻസിൽ ഹിയർ. അതായത് പെൻസിലിൻ്റെ നിബിൻ്റെ ഏറ്റവും അറ്റത്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. സോ അതാണ് ഷെയ്ഡിങ്ങിൻ്റെ ഏറ്റവും ബേസിക്കായി നമുക്ക് അറിയേണ്ടത്. അതായത് ദ മോർ ബാക്ക് യു ഹോൾഡ്, എത്ര ബാക്കിലോട്ട് പിടിക്കുന്നു അപ്പോഴേ നമുക്ക് ലൈറ്റർ ഷെയ്ഡ് കിട്ടുള്ളൂ. ഡാർക്കർ ഷെയ്ഡ് കിട്ടണമെങ്കിൽ പെൻസിലിൻ്റെ നിബിൻ്റെ ഏറ്റവും അടുത്ത് നമ്മൾ ഹോൾഡ് ചെയ്യണം നമ്മുടെ പെൻസിൽ. അതാണ് ബേസിക്കായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഓരോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഓരോ ഷെയ്ഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ ബേസിക്സ് ഓഫ് ഷെയ്ഡിങ്സ് ആണ്. നമ്മൾ ഷെയ്ഡിങ് ബേസിക് എന്താണെന്ന് പഠിച്ചു. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയ്ഡിങ്സ് ആണ് പഠിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയ്ഡിങ്ങിന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയ്ഡിങ്ങിന് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത്, ഞാൻ ആദ്യം ഒരു ചെറിയ സ്കെയിൽ എടുക്കുന്നുണ്ട്. ആ സ്കെയിലിൽ ഞാൻ എൻ്റെ HB പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് HB പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോളം വരച്ചു. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇത് വരുന്നത്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, ഇപ്പോൾ ഫുള്ളായി കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി അപ്പം ഇത് ഞാനിവിടെ HB എന്ന് എഴുതുന്നുണ്ട്. ഇതിൽ ഞാൻ HB യൂസ് ചെയ്ത് ചെയ്യുന്ന ഷെയ്ഡിങ് ആണ് ഇതിൽ ബേസിക്കായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ പെൻസിലിൻ്റെ പ്രഷർ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ഈ ഒരു കോളത്തിൻ്റെ ഉള്ളിൽ ബാക്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ പെൻസിലിൻ്റെ സെൻറ്ററിനെക്കാട്ടും അപ്പുറത്തേക്ക് ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ പതുക്കെ ഷെയ്ഡ് കൊടുക്കുകയാണ്. വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കുന്നത്. നമ്മൾ പ്രഷർ ഒട്ടും ഇല്ലാതെ നമ്മുടെ ഈ ഷെയ്ഡിങ് കൊടുക്കുകയാണ്. പ്രഷർ അധികം ഇല്ല, അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. പ്രഷർ ഇല്ലാതെ ഞാൻ ഷെയ്ഡിങ് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇത്ര ഭാഗം കൊടുത്ത സ്ഥിതിക്ക് അതിൻ്റെ ഒരു മുകൾ ഭാഗം കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചുകൂടെ താഴേക്ക് ഇറക്കി, ഓൾമോസ്റ്റ് സെൻറ്ററിലാവുമ്പോൾ ആ ഷെയ്ഡിങ്ങിൽ വ്യത്യാസം വരും. അപ്പോൾ പ്രഷറിൽ വ്യത്യാസം വരും. നമ്മൾ ഈ പെൻസിലിലേക്ക് കൊടുക്കുന്ന പ്രഷറിൽ വ്യത്യാസം വരും. നമ്മുടെ ഹാൻഡ് പൊസിഷനിൽ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ കളർ ഷെയ്ഡിലും വ്യത്യാസം വരും. നമ്മളത് കുറച്ച് താഴത്തേക്ക് കൊടുത്തു. ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ വെച്ച് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ലൈറ്റാണ്, ഇവിടെ കുറച്ച് ഡാർക്കറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടെ ഇറക്കി എൻ്റെ പെൻസിലിൻ്റെ പൊസിഷൻ. എന്നിട്ട് ഞാൻ ഷെയ്ഡിങ് കൊടുക്കുകയാണ്.
ഇതെല്ലാം ഒരേ പെൻസിൽ വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇത്രയും ചെയ്തു. ഇനി നെക്സ്റ്റ് ഞാൻ കുറച്ചും കൂടെ താഴേക്ക് ഇറക്കി, എന്നിട്ട് ഞാൻ ഇത്രയും പോർഷൻ വരെ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രഷറും കൂടിയിട്ടുണ്ട്. ഞാൻ പെൻസിലിന് കൊടുക്കുന്ന പ്രഷർ പിന്നെ കൂടുന്നുണ്ട്. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ പെൻസിൽ പിടിക്കുമ്പോൾ എപ്പോഴും ചെരിച്ച് പിടിക്കാൻ നോക്കുക. ഇങ്ങനെ പിടിക്കരുത് കേട്ടോ, ഇങ്ങനെ വേണം പിടിക്കാൻ. നല്ല ലൈറ്റായിട്ട് ചെരിച്ചിട്ട് വേണം പിടിക്കാൻ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഷെയ്ഡ് അറിയണമെങ്കിൽ ഞാൻ ഒന്ന് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ നന്നായി നിങ്ങൾക്ക് കാണുമെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ഈ ഒരു പോയിന്റിൽ പിടിച്ചിട്ട് കുറച്ചുകൂടെ കൊടുത്തു. ഇനി ഞാൻ കുറച്ചും കൂടെ ഇറക്കുകയാണ്. കുറച്ചുകൂടെ ഇറക്കി ആ ഒരു നല്ല ഡാർക്കർ ടോണിൽ താഴ്ഭാഗം വരെയും കൊടുക്കുക. സോ നമുക്ക് കണ്ടോ, ഇപ്പോൾ ഇവിടെ നിന്ന് ഡാർക്കിൽ നിന്ന് കുറഞ്ഞ് ഇവിടെ ഏറ്റവും ലൈറ്ററായി വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു ഷെയ്ഡിങ്ങിൻ്റെ പോക്ക്. അതായത് ഇവിടെ പ്രഷർ കുറവാണ്, ഇവിടെ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടാകുമ്പോൾ ഡാർക്കാവും, ഇങ്ങനെ കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് വരും. ഇതാണ് നമ്മുടെ HB കൊണ്ടുള്ള ഫസ്റ്റ് ഷെയ്ഡിങ്. ഇത് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടും ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഹാൻഡ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. സോ വി ഹവ് യൂസ്ഡ് HB. സോറി ഗൈസ്, എൻ്റെ 2Bയുടെ വീഡിയോ പകുതി റെക്കോർഡ് ആയിട്ടില്ല. സോ ഐ എം ഗോണ സ്റ്റാർട്ട് അഗൈൻ ബൈ എക്സ്പ്ലെയിനിങ്. ഞാനിപ്പോൾ 2Bയുടെ പെൻസിൽ എടുത്തു. 2Bയുടെ പെൻസിൽ എടുത്തിട്ട് ഇവിടെ കൊടുത്ത് അതേപോലെ ഏറ്റവും ബാക്കിൽ പിടിച്ചിട്ട് ഇത്രയും ഭാഗം കവർ ചെയ്ത് കൊടുത്തു. ആൻഡ് പിന്നെ കുറച്ചും കൂടെ താഴേക്ക് വരും തോറും ഇങ്ങനെ കൂട്ടി ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇടയിൽ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു, നമുക്ക് ടോക്ക് ചെയ്യാം. നമ്മൾ HB പെൻസിൽ കഴിഞ്ഞ് 2B പെൻസിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പെൻസിൽ വരുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ പെൻസിലെക്കാട്ടും കുറച്ചുകൂടെ സ്മൂത്താണ് 2B. അങ്ങനെ ഇനി 10B വരെ പോകുമ്പോഴത്തേക്കും പെൻസിലിൻ്റെ സ്മൂത്ത്നെസ്സിൽ വളരെയധികം ചേഞ്ച് വരും. ആൻഡ് ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹാൻഡിന് ഓരോ ബാലൻസ് വരും, ഓരോ പ്രഷർ ഉണ്ടാവും. ഇപ്പം ഞാൻ പെൻസിലിന് ഇങ്ങനെ ഇത്രയും പ്രഷർ ഇവിടെ കൊടുക്കുന്നുണ്ടാവും, ചിലർ വളരെ ലൈറ്റായിട്ടായിരിക്കും കൊടുക്കുക. അപ്പം അങ്ങനത്തെ പ്രഷർ നമുക്ക് നമ്മുടെ ഹാൻഡിൻ്റെ ജസ്റ്റർ മനസ്സിലാക്കാൻ, ഓക്കെ ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഞാൻ ഇത്ര ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ ഞാൻ ഇത്ര പ്രഷർ കൊടുത്താൽ മതിയാകും എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ ഒരു ഹാൻഡ് എക്സസൈസ് മാൻഡേറ്ററി ആയിട്ടും ചെയ്യണം. ഇപ്പം ഞാൻ ഈ അറ്റം എത്തി, അപ്പോൾ ഇവിടെ ഡാർക്ക്നെസ് കൂടുന്നത് കണ്ടോ? അതേപോലെ അപ്പോൾ അതെനിക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇന്ന പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഇന്ന പ്രഷർ ഇവിടെ കൊടുക്കുന്നുള്ളതിൻ്റെ ഒരു റെഫറൻസ് ആണിത്. അപ്പോൾ എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ഈ എക്സസൈസ് ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹാൻഡ് ജസ്റ്ററും ആ ഒരു ഹാൻഡിൻ്റെ പ്രഷറും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാനും പിന്നെ ആ ഒരു ഷെയ്ഡിങ്ങിൻ്റെ ഡിഫറൻസ് HBയിൽ ലോ ടു ഹൈ ഇതാണ്, 2Bയിൽ ലോ ടു ഹൈ ഇതാണെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ബേസിക്കലായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച ഇടയിൽ വീഡിയോ കുറച്ചുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ HB ഇവിടെ നിന്ന് ഇതുവരെ പെയിൻറ്റ് ചെയ്യാൻ എടുത്ത ടൈമിനെക്കാട്ടും എനിക്ക് കുറച്ച് സമയം മതിയായിരുന്നു 2Bയിൽ ചെയ്യാൻ. കാരണം അതിൻ്റെ സ്മൂത്ത്നെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ സ്മൂത്ത്നെസ് ആണ് ആ ഡിഫറൻസ് കൊണ്ടുവരുന്നത്. എനിക്ക് വളരെ സ്പീഡായിട്ട് സ്മൂത്തായിട്ടും ചെയ്യാൻ പറ്റിയത് ആ ഒരു സ്മൂത്ത്നെസ് ഡിഫറൻസ് രണ്ട് പെൻസിൽ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടാണ് വരുന്നത്. സോ നമുക്കിനി 4B ചെയ്യാം. ഓക്കെ ഐ എം ഗോണ ടേക്ക് മൈ സ്കെയിൽ അഗൈൻ. ഞാനത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് 4B ഇവിടെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ഞാൻ എൻ്റെ 4B പെൻസിലാണ് എടുത്തിരിക്കുന്നത്. യു ക്യാൻ സീ കണ്ടോ 4B എന്നുണ്ട് അതിനകത്ത്. ഞാൻ എന്നിട്ട് ഇത് ബേസിക്കായിട്ട് നമ്മുടെ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തു. നമുക്ക് നമ്മുടെ 4B വരേണ്ട സ്പേസ് കിട്ടും. സോ ഐ എം ഗോണ റൈറ്റ് 4B. ഈ പെൻസിൽ 2Bനെക്കാട്ടും കുറച്ചുകൂടെ സ്മൂത്താണ് കേട്ടോ, വളരെ സ്മൂത്തായിട്ട് എനിക്ക് എഴുതാൻ. സോ ഐ എം ഗോണ സ്റ്റാർട്ട് വിത്ത് നമ്മുടെ മോർ ദാൻ ഹാഫിനെക്കാട്ടും കൂടുതൽ ഒരു 1/4 ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ബേസിക് ഷെയ്ഡിങ് കൊടുക്കുന്നത്. കണ്ടോ
ഇതിനെക്കാട്ടും ഡാർക്കർ ചെയ്ത് ഇതിനെക്കാട്ടും ഡാർക്കർ ചെയ്ത് അങ്ങനെയാണ് ആ ഡാർക്കർ നമ്മൾ ആ ഏറ്റവും ലോ പ്രഷറിൽ തന്നെ ആ ഒരു ഷെയ്ഡ് വരുന്നത്. നമുക്കത് താഴത്തേക്കും കൂടെ കുറച്ചുകൂടെ കൊടുക്കാം. സോ ഒരു ലെയർ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് ഒരു സെൻറ്ററിലേക്ക് നീക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വരച്ചതിൻ്റെ ടെക്സ്ചർ കണ്ടോ? ഇതിൽ നമുക്ക് ഓരോ ലെയർ കാണുന്നുണ്ട്, ഇതിലും കുറച്ചുകൂടെ കണ്ട്, ഇതിൽ അത്ര കാണുന്നില്ല, കണ്ടോ? അപ്പം ഇതെല്ലാം ഡിഫറൻസ് ആണ് നമുക്ക് ഈ പെൻസിൽ അതിനാണ് ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെൻസിൽസ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ ബേസിക്സ് ഓഫ് പെൻസിൽ ഡ്രോയിങ്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നന്നായി ചെയ്യാനുള്ളൊരു ഐഡിയാസും ഒരു ഏറ്റവും വലിയ ഹാൻഡിന് ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഹാൻഡ് എക്സസൈസിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ടൈം എടുത്ത് പതുക്കെ നിങ്ങളെ കൊണ്ട്, ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്താൽ മതിയോ? ആ പതുക്കെ ചെയ്യുമ്പോൾ എന്താ, നിങ്ങൾക്ക് അതിന് നല്ല വ്യക്തമായ വൃത്തിയായ പ്രാക്ടീസ് നിങ്ങൾക്കത് കിട്ടും. ഞാൻ കുറച്ച് ഇറക്കി പോകുന്നുണ്ട്. ഓരോ ഇറക്കുന്നത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും എൻ്റെ ഹാൻഡ്. സോ ദിസ് ഇസ് 4B ഇങ്ങനൊരു ടെക്സ്ചറിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ 6B എടുത്തിട്ടുണ്ട്. 6B എടുത്ത് ഐ എം ഡ്രോയിങ് ദി നമുക്ക് 6B കണ്ടോ? ഔട്ട്ലൈൻ തന്നെ നോക്കിയാൽ നമുക്ക് ആ ഡിഫറൻസ് അറിയാം. സോ ദിസ് ഇസ് 6B. കുറച്ചുകൂടെ ഡാർക്കർ പെൻസിലാണ് കേട്ടോ. ആൻഡ് ഞാൻ ഈ അറ്റത്ത് പിടിക്കുന്നു, ഏറ്റവും മുകളിൽ ഷെയ്ഡിങ് കൊടുക്കുകയാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, HB-നെക്കാട്ടും എത്രയോ സ്മൂത്ത്നെസ് കൂടുതലാണ് 6B-ക്ക്. വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ ആ നല്ല ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട് നമുക്ക്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല, കാരണം എല്ലാത്തിലും എക്സ്പ്ലനേഷനൊക്കെ ഏകദേശം ഒരേതാണ് വരുന്നത്. സോ ഇതിൻ്റെ എൻഡ് എത്തി. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ രണ്ടിനെയും ഫുൾ വീഡിയോ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സിമ്പിളായിട്ട് നമ്മൾ താഴെ എത്തി എന്നുള്ളത്. സോ ഇതാണ് 6B. സോ ഇനി ഞാൻ 8B എടുക്കുന്ന 8Bയുടെ നിബിൻ്റെയൊക്കെ തിക്നെസ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കാരണം വലിയ തിക്നെസ് ഉള്ള പെൻസിലാണ്. സോ ദിസ് ഇസ് 8B. 8Bയുടെ ഡാർക്ക്നെസ് അങ്ങനെ തന്നെ നമുക്കറിയാം. ഇനി ഞാൻ കുറച്ച് ഇപ്പുറത്തേക്ക് പിടിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു പെൻസിൽ എക്സ്ട്രീംലി സ്മൂത്താണ്. ഇനി 10B ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും ഈ എക്സസൈസ് ചെയ്തിട്ടുണ്ടാവണം. എല്ലാവരും. ആൻഡ് ഐ നീഡ് ടു സീ ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ്. ഞാൻ ദേ ഇറക്കുന്നുണ്ട്, ഹാൻഡ് ഇറക്കി കൊണ്ടുവരും. കാരണം ഇവിടെ നമുക്ക് ഓൾറെഡി മുകളിൽ നിന്ന് നല്ല ഡാർക്കർ ഷെയ്ഡാണ് കിട്ടുന്നത്. അത് ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പതുക്കെ ചെയ്യുക. പതുക്കെ ചെയ്തില്ലെങ്കിൽ ഹാൻഡിന് കൺട്രോൾ ഉണ്ടാവില്ല. കൺട്രോൾ ഇല്ലാതിരിക്കുമ്പോൾ
നമ്മളിങ്ങനെ ഒരൊറ്റ സ്ട്രോക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് കൈ അങ്ങനെ പോകും. ഇതിൻ്റെ നിബിൻ്റെ ഈ ഓരോ 8B 10B എന്നൊക്കെ പറയുമ്പോൾ നിബിൻ്റെ വീതിയുണ്ട്. വീതി വണ്ണം മീൻസ് ആ ഒരു തിക്നെസ് അത് ഭയങ്കര കൂടുതലായിരിക്കും. സോറി ഗൈസ്. So നമുക്ക് 8B is also done. Finally I am taking the 10B. 10Bയുടെ ആ ഒരു തിക്നെസ് നോക്കും നിങ്ങൾ. ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ HP പെൻസിലിൻ്റെ നിബ്, ഇതാണ് 10B പെൻസിലിൻ്റെ നിബ്. കണ്ടോ, രണ്ടിനും വ്യത്യാസം കണ്ടോ? ആ വ്യത്യാസമാണ് നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് പെൻസിൽ ഷെയ്ഡ് ചെയ്യുമ്പോഴും, സോറി പെയിൻ്റ് അല്ല ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്കിവിടെ 10B കൂടെ വരച്ച് നമ്മുടെ സ്പേസ് കറക്റ്റായി. I'm going to do 10B. ഓക്കെ, ഞാൻ ഈ അറ്റത്ത് പിടിക്കുന്നുണ്ട്. കണ്ടോ, ഭയങ്കര സ്മൂത്തായത്. സ്മൂത്ത് മാത്രമല്ല, പതുക്കെ ചെയ്തില്ലെങ്കിൽ എല്ലാവിടേക്കും പോവും. ഇതാണ് നമ്മുടെ എല്ലാ ഡിഫറെൻറ്റ് അതായത് HP മുതൽ 10B വരെയുള്ള പെൻസിലുകൊണ്ടുള്ള ബേസിക് ഷെയ്ഡിങ്. അപ്പോൾ എല്ലാത്തിലും നോക്കിയാൽ അറിയാം, മുകളിൽ ഏറ്റവും അതായത് പെൻസിലിൽ ഏറ്റവും കുറവ് ഷെയ്ഡിങ് വരുന്നത്, കൂടുതൽ ഷെയ്ഡിങ് വരുന്നത്. നമുക്ക് മൊത്തം നമ്മുടെ കയ്യിലുള്ള പെൻസിലുകളിൽ ഇതാണ് ഏറ്റവും ലോവസ്റ്റും ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ഡാർക്ക്നെസ് നമുക്ക് കിട്ടുന്നത്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതാണ് വെരി ബേസിക് ഷെയ്ഡിങ്. നിങ്ങൾ ഇതെല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം. ഓൾറൈറ്റ്, ദെൻ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.